അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്. സിഹറിൽ നിന്ന് മോചിതനായാൽ ശരീരം കാണിക്കുന്ന അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അഥവാ ഈ അടയാളങ്ങൾ ഒളിവായാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ സമാധാനിക്കാം. തന്നെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഒഴിഞ്ഞുപോയി എന്ന് സമാധാനിക്കാം. അതുപോലെ തന്നെ വീണ്ടും ഈ സിഹർ ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. സിഹർ ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാലകാലം നിലനിൽക്കില്ല. ചിലപ്പോൾ കടുപ്പമുള്ള പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാലം അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടായേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, രോഗങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും കാലകാലം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു വ്യക്തി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ഇബാദത്തുകളും ചില സൂറത്തുകളും ചില ദിക്റുകളും പതിവാക്കുകയും ചെയ്യുമ്പോൾ സിഹിർ ഒഴിഞ്ഞു പോകും. ഇവിടെ സിഹിർ ബാത്തിലായിട്ടുണ്ട്, അത് ഏറെക്കുറെ നമ്മിൽ നിന്നും വിട്ടുപോകുന്നു, അതിൽ നിന്ന് നാം മോചിതനായിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, അവൻ പിന്നെ ഇബാദത്തിലേക്ക് പ്രവേശിക്കും, ഇബാദത്തുകൾ നിലനിർത്തിപ്പോരുന്നവരായി മാറും. പെട്ടെന്നൊന്നോ രണ്ടോ ദിവസം മാത്രമല്ല, അവനത് കണ്ടിന്യൂയായി ഇബാദത്തുകളെല്ലാം മുറ പോലെ നിർവഹിച്ച് അവൻ ആ കാര്യത്തിൽ മടി ഒഴിവാക്കി സൽക്കർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ മുടക്കമില്ലാതെ നിർവഹിക്കാൻ ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൂടും. സിഹിറിൽ നിന്ന് മോചിതനായാൽ പിന്നെ അവൻ സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം, പണ്ഡിതന്മാരുമായി ഉസ്താദുമാരുമായുമൊക്കെ ഒരു നല്ല ബന്ധം പുലർത്താനുള്ള ഫീലിംഗ് ഉണ്ടാവുകയും ആ രൂപത്തിൽ അവനാവുകയും ചെയ്യും. മറ്റൊരടയാളം, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറി ഉണ്ടാവുകയില്ല, പക്ഷേ സിഹിറിൽ നിന്ന് മോചിതനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോചിതനാകാൻ പോകുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ചൊറിച്ചിലിൻ്റെ ഫീലിംഗ് ഒന്നോ രണ്ടോ ദിവസം അവൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം, ദുസ്വപ്നങ്ങൾ. സിഹിർ ബാധിതനായാൽ ധാരാളം കൂടെ ദുസ്വപ്നങ്ങൾ കാണുകയും അങ്ങനെ സുഖനിദ്ര, നല്ല ഉറക്കം കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. എന്നാൽ സിഹിറിൽ നിന്ന് മോചിതനായി കഴിഞ്ഞാൽ, സിഹിർ ഒഴിഞ്ഞു പോയാൽ ദുസ്വപ്നം കാണുന്നത് തീരെ ഉണ്ടാവില്ല, അത് നിന്നു പോകും, കാണില്ല. അതോടെ നല്ല സുഖനിദ്ര, നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും. ആറാമത്തെ കാര്യം, അവൻ സിഹിർ കാരണം അനുഭവിച്ച ഒരു പ്രയാസങ്ങളും പിന്നീട് അവൻ ചിന്തിക്കുകയോ ഓർക്കുകയോ ഓർമ്മയിൽ ഉണ്ടാവുകയോ ഇല്ല. അങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവന് തോന്നും. മറ്റൊരു കാര്യം, അവൻ നല്ല ആവേശഭരിതനായി ഉന്മേഷവാനായിരിക്കും.
അള്ളാഹു, സർവശക്തനായ അള്ളാഹു മുഴുവൻ സിഹിറിൽ നിന്നും കണ്ണീറിൽ നിന്നും മറ്റു ഷർറുകളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.